കനത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന മഞ്ചേശ്വരം നിയോജക മണ്ഡലം ഇതിനകം ചർച്ചകളിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഓരോ വോട്ടും നിർണായകമാകുന്ന മണ്ഡലത്തിൽ STPI സ്ഥാനാർത്ഥിയെ നിർത്തിയതും പിന്നീട് പത്രിക പിൻവലിച്ചതും UDF, LDF മുന്നണികൾ തമ്മിൽ ഡീൽ ആരോപണങ്ങൾക്കടക്കം വഴി തുറക്കുകയുണ്ടായി. BJPയും ലീഗും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന തുളുനാടൻ മണ്ണിൽ ജയപരാജയങ്ങൾ പ്രവചനാതീതമാണ്. കനത്ത പോരാട്ടം നടക്കുന്ന മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ നിഗമനങ്ങൾക്കപ്പുറത്താണ് ഇത്തവണ വോട്ടർമാരുടെ മനസ്സെന്നത് ശ്രദ്ധേയം. മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അട്ടിമറി സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. STPI സ്ഥാനാർത്ഥിയെ നിർത്തിയതും പിന്നീട് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള UDF നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് STPI സ്ഥാനാർത്ഥി KM അഷറഫ് പത്രിക പിൻവലിച്ചതും തുടർന്ന് LDFന് പിന്തുണ പ്രഖ്യാപിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് ചൂടിൽ കണക്കുകൂട്ടലുകളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ നിലവിലെ MLAയും UDF സ്ഥാനാർത്ഥിയുമായ AKM അഷറഫിന് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യമാണ് മണ്ഡലത്തിൽ എന്നതിന് തർക്കമില്ല. STPI ഉയർത്തിയ സമ്മർദ്ദങ്ങൾക്കിടയിലും പ്രചരണത്തിലേർപ്പെട്ട ലീഗ് സ്ഥാനാർത്ഥി AKM അഷറഫ് പറയുന്നത് ഇങ്ങനെ: ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDFന് നല്ല സ്വാധീനമുള്ള മികച്ച രീതിയിൽ വിജയിക്കാനുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയായ മഞ്ചേശ്വരം മാറി. എല്ലാവരുടെയും ചർച്ച 2016 89, 2021 745, അതൊന്നുമല്ല മഞ്ചേശ്വരം. 2001 ഭൂരിപക്ഷം മഞ്ചേശ്വരം മറികടക്കും. ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി മഞ്ചേശ്വരത്ത് UDF ഒരു ചരിത്ര വിജയം നേടും. അതേസമയം മഞ്ചേശ്വരത്തെ തുളുനാടൻ മണ്ണിൽ ന്യൂനപക്ഷ വോട്ടുകളടക്കം ശേഖരിച്ചുകൊണ്ട് ഇത്തവണ BJP വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. കാര്യമായ വികസനങ്ങളൊന്നും മഞ്ചേശ്വരത്ത് ഉണ്ടായിട്ടില്ലെന്ന് സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു. LDFനും UDFനും എതിരായിട്ടുള്ള ശക്തമായ വികാരമുണ്ട്. സംസ്ഥാനം മുഴുവൻ LDFനെതിരെ ആന്റി ഇൻകംബൻസി ഉണ്ട്. ഈ മണ്ഡലത്തിൽ നിലവിലെ MLA ലീഗ് 40 വർഷമായിട്ട് ഇവിടെ പ്രധാന ലീഗ് വികസനം കൊണ്ടുവന്നില്ല എന്നുള്ള വലിയ വികാരമുണ്ട്. അത് ഞങ്ങൾ ഇത്തവണ ജയിക്കും. മണ്ഡലത്തിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന LDFന് ലഭിക്കുന്ന വോട്ടുകളും നിർണായകമാണ്. കഴിഞ്ഞ തവണ 40,000-ൽ പരം വോട്ടുകൾ CPMന് മഞ്ചേശ്വരത്ത് ലഭിച്ചിരുന്നു. CPM സ്ഥാനാർത്ഥി ജയാനന്ദക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർധനവുണ്ടായാൽ അത് ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിൽ നിർണായക ഘടകമാകും. മഞ്ചേശ്വരത്തും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനമാണ്, വർഗീയല്ല, മതമല്ല. ഈ തെരഞ്ഞെടുപ്പ് 2006 ആവർത്തിക്കും, ഒരു സംശയവും വേണ്ട. അതാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിടയ്ക്ക് പോയപ്പോൾ കിട്ടിയ അഭിപ്രായങ്ങൾ. അതാണ് BJP UDF സ്ഥാനാർത്ഥികൾക്കെതിരെ അപരന്മാരുമുണ്ട്. അവർക്ക് കിട്ടുന്ന വിരലിലെണ്ണാവുന്ന വോട്ടുകളും മണ്ഡലത്തിലെ ഫലങ്ങളെ സ്വാധീനിക്കും. കേവലം 745 വോട്ടുകൾക്കായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് UDFന്റെ വിജയം. അമൃത ന്യൂസ്, കാസർഗോഡ്.